എന്നോട് ആദ്യമേ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന സച്ചിയാണ്. പിന്നെ ഏറ്റവും അതിൻ്റെ സ്വാഭാവികമായി അത് എത്തിപ്പെടേണ്ടത് ജയൻ്റെ കയ്യിൽ തന്നെയാണ്. അതിൽ ഡബിൾ മോഹൻ ഇത്രയും ഹാൻസം ആയിട്ടുള്ള ഒരാളായിട്ടാണോ? നമ്മുടെ ഇപ്പം ഒരു സാധനം എഴുതുമ്പോഴും അങ്ങനെ സിനിമ എന്ന് പറഞ്ഞൊരു ഇതിൽ എനിക്ക് എഴുതാൻ പറ്റും. സത്യസന്ധമായിട്ട് പറയണോ ഈ പുസ്തകത്തിനെ കുറിച്ച് പറയുന്നതിന് അനാർക്കലി കണ്ടിട്ട് കുറെ ആൾക്കാർ എന്ന് ലക്ഷദ്വീപ് കാണണമല്ലോ എന്ന് വിചാരിച്ചതുപോലെ മറയൂര് കണ്ടിട്ടില്ലാത്തവരും ഒരുപക്ഷെ കണ്ടിട്ടുള്ളവരും ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഒന്ന് പോകണമല്ലോ എന്ന് തോന്നിയേക്കാമെന്ന് ഞാൻ കരുതുന്നു. ഇടുക്കിയിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന ചെറുപ്പക്കാർ അപ്ലൈ ചെയ്യുന്ന ക്രൈമിന്റെ ഒരു ഭയങ്കര ഡേറ്റയായിരുന്നു ആ നോവൽ. അയാളായിരിക്കും ഒരു സിനിമ പോലും പരാജയപ്പെടാത്ത ഒരു നടൻ അല്ലെങ്കിൽ സംവിധായകൻ അല്ലെങ്കിൽ നിർമ്മാതാവ്. വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല, നല്ല സിനിമകൾ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഞാൻ പൂർണ്ണമായി വിജയിച്ചിട്ടുള്ള ഒരാളൊന്നുമല്ല. എനിക്കൊരു അമാനുഷികൻ കളിക്കാനായിട്ടുള്ള ശ്രമം പുള്ളി നടത്തിയിട്ടില്ല. രാജുവിന് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് പറയാമായിരുന്നു, ഇല്ല അതിൻ്റെ ഒരു ക്യാരക്ടർ എനിക്ക് എൻ്റെ മുഖം കെട്ടി വെച്ചിട്ട് ഞാൻ ജീവിച്ചിരിക്കുന്ന അവസാനത്തെ ഭാഗത്ത്. അത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഈ ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ ഈ മലയാള സിനിമയുടെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമെന്ന് പറയുന്നത്. കൃത്യമായി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാറ്റേണിൽ തന്നെയാണ് ഇവിടെ ചർച്ചയാവുന്നത് എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു സിനിമ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രേക്ഷകനിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ അത് ആ സിനിമ ചെയ്ത ആൾക്കാരുടെ പരാജയമാണ്. അപ്പോൾ പല അഭിനേതാക്കളുടെ രാഷ്ട്രീയം പോലും വെച്ച് സിനിമയെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം കൂടെ നമ്മുടെ നാട്ടിലില്ലേ? ഞാൻ കരുതുന്നില്ല. ഇന്ദു പറഞ്ഞ പോലെ ഇയാളൊരു ഭയങ്കര കാമുകനാണ്. ഇയാളുടെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു അഡ്വഞ്ചർ ഇയാൾ ചെയ്യുന്നത് ഇയാളുടെ കാമുകിക്ക് കൂടി വേണ്ടിയിട്ടാണ്. ഈ പുസ്തകം ആദ്യം വായിക്കേണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ വരുന്നത് കാരണം എനിക്ക് തോന്നുന്നു പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു രീതിയിൽ അത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എനിക്ക് ഇപ്പൊ ഞാൻ പുസ്തകം വായിച്ച ആളാണ്, എന്നിട്ട് എനിക്ക് ഇതിന്റെ ഫസ്റ്റ് കട്ട് കണ്ട വായിച്ചിൽ എൻജോയ്ഡ്. എനിക്ക് പോലും തോന്നുന്നു. നമസ്കാരം. രണ്ട് അതിഥികൾ, ഇന്ദുഗോപനും ഇന്ദുഗോപന്റെ ഡബിൾ മോഹനും. സ്വാഗതം രണ്ടുപേർക്കും. വിലായത്ത് ബുദ്ധിയാണ് ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 4 വർഷത്തോളമുള്ള യാത്രയാണ്. അതെ, അപ്രതീക്ഷിതമായിട്ടുള്ള കുറെ ഡിലേസ് വന്നൊരു സിനിമയാണ്. അതിന്റെ പ്രധാനമായിട്ടും ഇന്ത് ഷൂട്ടിങ്ങിന്റെ ഇടയിൽ എനിക്കൊരു അപകടം സംഭവിക്കുകയും പിന്നീട് കുറച്ച് അധിക കാലം എനിക്കങ്ങനെ ആക്ഷൻ രംഗങ്ങളൊന്നും ചിത്രീകരിക്കാൻ പറ്റാതെ വരികയും ചെയ്തിരുന്നു. അതായിരുന്നു ഇതിന്റെ പ്രധാന ഡിലേ. പിന്നെ ഓഫ് കോഴ്സ് ഇത് ഒറിജിനലി ഈ സിനിമ എന്നോട് ആദ്യമേ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന സച്ചിയാണ്. അയ്യപ്പനും കോശിയും എന്ന സിനിമയുടെ അവസാന ഘട്ടത്തിലാണ് സച്ചി അടുത്തതായിട്ട് ചെയ്യാൻ ഇങ്ങനെ ഇതാണ് എനിക്ക് ചെയ്യേണ്ടതെന്ന് പറയുകയും അങ്ങനെ ഇന്ദുവായിട്ട് സംസാരിച്ച് ഇന്ദു അത് സന്തോഷപൂർവ്വം സച്ചിക്ക് ചെയ്യാൻ സമ്മതം കൊടുക്കുകയും പിന്നെ സച്ചിയുടെ വിയോഗം സംഭവിക്കുന്നു. അതിനെ തുടർന്നുണ്ടാകുന്ന ഡിലേസ്. പിന്നെ ഏറ്റവും അതിൻ്റെ സ്വാഭാവികമായി അത് എത്തിപ്പെടേണ്ടത് ജയൻ്റെ കയ്യിൽ തന്നെയാണ്. കാരണം ജയൻ സച്ചിയുടെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു, സച്ചിയുടെ എല്ലാം ഓൾ ഇൻ ഓൾ ആയിരുന്നു, എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ സച്ചിയും ഞാനും ഈ സിനിമയെക്കുറിച്ച് ആദ്യം സംസാരിക്കുമ്പോൾ തന്നെ ജയൻ ആ കോൺവെർസേഷൻസിൻ്റെയൊക്കെ ഭാഗമാണ്. അത് ജയനിലേക്ക് എത്തിപ്പെട്ടു. ആ സമയത്ത് ഞാൻ വീണ്ടും കോവിഡിൻ്റെ ബ്രേക്ക് കഴിഞ്ഞ് ആടുജീവിതം ഷൂട്ടിങ്ങിലേക്ക് പോയി. അങ്ങനെ ഉണ്ടായ താമസങ്ങളാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു പക്ഷേ സച്ചി അന്ന് സ്വപ്നം കണ്ടിരുന്നത് പോലെ, സച്ചി എന്നോട് ഈ സിനിമയെക്കുറിച്ച് ആദ്യം സംസാരിച്ചിരുന്നത് പോലെ, അതുപോലെ തന്നെ ഈ സിനിമ ജയൻ കൺസീവ് ചെയ്തു, അല്ലെങ്കിൽ അതുപോലെ കൺസീവ് ചെയ്യാൻ ജയനെ കൊണ്ട് സാധിച്ചു എന്ന് പറയുന്നിടത്ത് വലിയ സന്തോഷമുണ്ട്. ആൻഡ് ഐ എം റിയലി പ്രൗഡ് അബൌട്ട് ഇറ്റ്. കാരണം എന്നോടൊപ്പം വർക്ക് ചെയ്ത എൻ്റെ ഒരു കലീഗ്, അയാളുടെ ആദ്യത്തെ ഇൻഡിപെൻഡൻറ്റ് സംവിധാന സംരംഭം ഇത്രയും ഭംഗിയായി എന്നെ അതിലെ കേന്ദ്ര കഥാപാത്രമാക്കി കാസ്റ്റ് ചെയ്ത് ചെയ്യുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പുസ്തകം വായിച്ചിട്ടുള്ളവർക്കും പുസ്തകം വായിച്ചിട്ടില്ലാത്തവർക്കും ഒരു എൻഗേജിങ് ആയിട്ടുള്ള നറേറ്റീവുള്ള ഒരു മെയിൻ സ്ട്രീം കമേഴ്ഷ്യൽ സിനിമയായിരിക്കും വിലായത്ത് ബുദ്ധ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ആവട്ടെ. ഇന്ദുഗോപൻ കൺസീവ് ചെയ്തിരിക്കുന്ന ഒരു വിലായത്ത് ബുദ്ധയുണ്ട്, അതിലെ ഡബിൾ മോഹൻ ഉണ്ട്, ചോലയിൽ ചെമ്പകവും മോളും ഒക്കെ ചൈതന്യവും ഒക്കെ ഉണ്ട്. അതിലേക്ക് വരുന്ന ഒരാൾ, ഒരു മറയൂർ പശ്ചാത്തലത്തിൽ വരുന്ന അവരുടെ ജീവിതം കൂടിയാണ് ആ സിനിമ. ആ തരത്തിലേക്ക് എത്തുമ്പോൾ അതിലെ ഒരു നായകൻ, അതിലെ ഡബിൾ മോഹൻ ഇത്രയും ഹാൻസം ആയിട്ടുള്ള ഒരാളായിട്ടാണോ കണ്ടിട്ടുണ്ടായിരുന്നത് ഇന്ദുഗോപൻ? നമ്മളങ്ങനെ എഴുതുമ്പോഴും പിന്നീട് സത്യത്തിൽ ഇത് ഡബിൾ മോഹന രാജുവാണ് ചെയ്യുന്നതെന്ന് ആലോചിക്കുമ്പോഴും നമ്മൾ എഴുതുമ്പോൾ നമുക്ക് അങ്ങനൊരു ഇപ്പം രാജുവിൻ്റെ മാനറിസമോ അങ്ങനൊരു സാധനം മനസ്സിൽ വരുന്നില്ല. അത്തരത്തിലുള്ള ഒരു ശ്രേണിയിലുള്ള തരം റൈറ്റേഴ്സ് അല്ല. ചിലപ്പോൾ അത് ഗുണമായിരിക്കും കുറച്ച് സാധനം, പക്ഷേ അങ്ങനല്ലായിരുന്നു. ലൈഫ് എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് ഡബിൾ മോഹനൻ പ്രതികരിക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഒരു അവസ്ഥയോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള ഘട്ടത്തിലാണ് പോകുന്നത്. അല്ലാതെ ഞാൻ അങ്ങനെ ഇത് ചെയ്തിട്ടില്ല, സാധാരണഗതിയിൽ അങ്ങനെ വന്നിട്ടില്ല. പിന്നീട് അത് ജയൻ്റെ കയ്യിൽ അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് കിട്ടുമ്പോഴത്തേക്കുള്ള ജയൻ്റെ കാഴ്ചയാണ് തൻ്റെ കയ്യിൽ എത്തുന്ന നടനെ എങ്ങനെ ഡബിൾ മോഹനായിട്ട് വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് ജയൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളും ഇതുണ്ടാവും.
ഇത് ഇത്തരത്തിലാണെങ്കിൽ എന്ന് പറയുന്ന സ്ഥലത്തിനനുസരിച്ച് നമ്മൾ ജയനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ശേഷം പിന്നെ ജയൻ്റെ കയ്യിൽ നമ്മളെ ബാറ്റൺ കൈമാറി കഴിഞ്ഞു. ജയൻ അതിൻ്റെ വ്യാധിയും ആദിയും എല്ലാം സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു വലിയ യാത്രയാണ് പിന്നെ നടത്തുന്നത്. അതിനോടൊപ്പം ഈ പറയുന്ന കണക്കുള്ള നിർമ്മാതാവും ഒക്കെയും ഇതിൻ്റെ കാഴ്ചയ്ക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാനായി സന്ദീപായിരുന്നു ആദ്യം മുതൽ. സച്ചി പിന്നെ വിചാരിച്ചിരുന്നൊരു നിർമ്മാതാവ്, അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ AV അനൂപ് വന്നു. അപ്പോൾ അങ്ങനെ ഇത് മുമ്പോട്ട് പോകുന്നൊരു വലിയ യാത്രയാണ്. ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി നമ്മൾ പോലും അറിയാതെ വരുന്ന അതൊരു സിനിമയുടെ യാത്ര അവസാനിക്കുന്നു, ആൾക്കാരുടെ അടുത്ത് എത്തുന്ന ഒരു ദീർഘമായ യാത്ര. സത്യത്തിൽ എഴുത്ത് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ, എഴുത്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു കഥാപാത്രവും ഒരു കഥാസന്ദർഭവും ഒക്കെ ഉണ്ടാവുമല്ലോ. ആ കഥാസന്ദർഭത്തിന് ഇപ്പം ഇന്ദുഗോപനാണെങ്കിൽ ചെയ്തിരിക്കുന്ന നേരത്തെ പല യോണറിൽ എഴുതിയിട്ടുണ്ട്. ക്രൈമുണ്ട്, പ്രേതമുണ്ട്, പ്രണയമുണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം ഡിഫറെൻറ്റ് യോണറിൽ വരുന്ന സാധനങ്ങൾ സമന്വയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് സിനിമയാകുമ്പോൾ ഇന്നൊരാൾ എന്ന് മനസ്സിലുണ്ടായിരുന്നു. നമ്മുടെ ഇപ്പോൾ ഒരു സാധനം എഴുതുമ്പോഴും അങ്ങനെ സിനിമ എന്ന് പറഞ്ഞൊരു ഇതിൽ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. ഇപ്പം അത് പിന്നീട് കൺസീവ് ചെയ്യുന്ന ആൾക്കാർ മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ ചലച്ചിത്രമാകുമ്പോൾ എങ്ങനെ സംവിധായകനെ സഹായിക്കാമെന്നുള്ള കണ്ടീഷനിൽ നമ്മൾ എഴുതാൻ മാറുന്നത്. അല്ലാതെ ഒരിക്കലും ഒന്നുവെച്ചാൽ സിനിമ ഇത്രയും വലിയ മുതൽ മുടക്ക് വേണ്ടതാണ്. സിനിമയ്ക്ക് വേണ്ടി എഴുതുന്നൊരു ശ്രമം എന്ന് പറയുന്നത് സിനിമാക്കാരാണ് ആദ്യം മനസ്സിലാകുന്നത്. അതിലെന്ത് പുതുമയുണ്ട്. ഇപ്പം രാജുവിൻ്റെ അടുത്തൊരു കഥ വന്നിട്ട് സിനിമ ഒക്കെ എഴുതി വെച്ചിട്ട് സാധനമാണ് ഈ കഥയായിട്ട് വന്നത്. ഇതിനകത്ത് സിനിമയില്ല, ഇതിനകത്ത് ലൈഫ് കിടക്കുന്നു, അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു സംഗതി എന്നതാണ് ഒരു നടനെയോ ഒരു സംവിധായകരുടെ അടുത്തോട്ട് ചെല്ലുന്നതും അവരെ പ്രചോദിപ്പിക്കുന്നത്. അപ്പം ഞാനത് കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റ് ചെറുപ്പക്കാരായ എഴുത്തുകാരുടെ കൂടെ പറയുന്നത്, നമ്മുടെ എന്തെങ്കിലും പുതുമയോ ആ ക്യാരക്ടറിന് ഒരു യാത്രയുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാവുന്ന സ്ഥലത്താണ് അത് വരുന്നത്. അല്ലാതെ ഇനിയുള്ള സമയത്താണ് ഏത് എഴുതുന്നു അതില്ല. അതിലേക്കൊരു സൂചന പിന്നീടാണ് നമുക്ക് കിട്ടുന്നത്. പൃഥ്വിരാജ് സത്യസന്ധമായിട്ട് പറയണം, ഈ സച്ചി ഈ പുസ്തകത്തിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് വിലായത്ത് ബുദ്ധ വായിച്ചിരുന്നോ? ഇല്ല. അതിനുശേഷം വായിച്ചോ? സ്വാഭാവികമായിട്ടും വേണമല്ലോ കഥാപാത്രത്തിന്റെ. അത് വായിച്ചിരുന്ന സമയത്ത് ഇപ്പം എനിക്ക് തോന്നുന്നു വായനയിലാണ് ഓരോ ആളുകൾക്ക് ഓരോ തരം വായനയാണ്. ചിലപ്പം ഇന്ദുഗോപൻ്റെ മോഹനെ ആയിരിക്കില്ല പൃഥ്വിരാജ് കണ്ടിട്ടുണ്ടാവുക. പക്ഷേ പൃഥ്വിരാജിന് ആ മോഹനോട് പൂർണ്ണമായിട്ടും ഒരു ചന്ദനം എന്ന് പറയുന്നത് ഒരു പരാന്നഭോജിയാണെന്നാണല്ലോ പറയാറ്. അഖിലിൻ്റെ പേരിലാണല്ലോ അതിൻ്റെ ജീവൻ ഇരിക്കുന്നത്. അതുപോലെ ആ കഥാപാത്രത്തിലേക്ക് അങ്ങനെ ഒരു പരകായ പ്രവേശത്തിലേക്ക് എത്താൻ പറ്റി എന്ന് പൃഥ്വിരാജിന് തോന്നി തുടങ്ങിയത് ഏത് ഘട്ടം മുതലാണ്? എനിക്കറിയില്ല, എനിക്ക് ഇപ്പോഴും അങ്ങനെ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത് സിനിമ കണ്ട് പ്രേക്ഷകരല്ലേ പറയേണ്ടത്. ഞാൻ എൻ്റെ കഴിവുകളുടെ പരമാവധി ഉപയോഗിച്ച് ഒരു റൈറ്റർ ക്രിയേറ്റ് ചെയ്തൊരു കഥാപാത്രത്തിന്, തിരക്കഥാകൃത്തുകൾ അതിന് കൊടുത്തൊരു ആർക്കിന്, സംവിധായകൻ നൽകിയൊരു കൺസെപ്ഷന് ഞാൻ അതിന് ബോഡി കൊടുത്തു എൻ്റെ കഴിവ് ഉപയോഗിച്ച്. അതിൽ എത്രത്തോളം ഞാൻ കൺവിൻസിങ് ആയെന്നോ അല്ലെങ്കിൽ എത്രത്തോളം പരകായ പ്രവേശം ഞാൻ നടത്തിയിട്ടുണ്ടെന്നോ ഒക്കെ പ്രേക്ഷകരാണ് പറയേണ്ടത്. എനിക്കറിയില്ല. അത് എങ്ങനെയായിരുന്നു ഈ സിനിമയുടെ ഒരു ഭാഗവും ഷൂട്ട് ചെയ്തിരിക്കുന്നത് മറയൂരാണ്, നെല്ലിയാമ്പതിയാണ്. ആ സ്ഥലത്തുള്ളൊരു ഷൂട്ട്, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിന് കുറച്ചും കൂടെ വൈകാരികമായ അടുപ്പമുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് മറയൂർ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാന്തല്ലൂർ. ഇത് സച്ചിയുടെ തന്നെ ആഗ്രഹമായിരുന്നു. ഇതിന്റെ യഥാർത്ഥ ഭൂമികയിൽ അഞ്ചനാട് എന്ന് പറയുന്ന പ്രദേശത്ത് തന്നെ ഈ സിനിമ ചിത്രീകരിക്കപ്പെടണമെന്നും അവിടുത്തെ ജനങ്ങളും അവിടുത്തെ ആൾക്കാരും അവിടുത്തെ സംഗീതവും ഒക്കെ തന്നെ ഈ സിനിമയുടെ ഭാഗമായിരിക്കണമെന്നും സച്ചിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ജയനും ചെയ്തിരിക്കുന്നത്. എനിക്കൊന്ന് ജയൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തിരിക്കുന്നത് ഈ സിനിമയുടെ ഇത് എവിടെ ഷൂട്ട് ചെയ്യണം, ആ പ്രദേശങ്ങളിൽ ഇതെവിടെ ഷൂട്ട് ചെയ്യണമെന്ന് കണ്ടെത്തുക എന്നുള്ളതൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ മറയൂർ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ നമ്മൾ ഒരു ടൂറിസ്റ്റ് ആയിട്ട് പോയി ആ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു അനുഭവമല്ല അവിടുത്തെ യഥാർത്ഥ ഒരു ജനതയുടെയും ഭൂമികയുടെയും ഒക്കെ. അത് ഈ സിനിമ ഭയങ്കര രസമായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഈ സിനിമയുടെ ഒരു ആവശ്യവുമാണ്. കാരണം ആ ലോകം, അവിടുത്തെ ജനങ്ങളെ, അവിടുത്തെ ജീവിത ചര്യകളെ, അവിടുത്തെ ജീവിത ശൈലിയെ ഈ പ്രേക്ഷകനിലേക്ക് എത്തിക്കുക, അവർക്കത് ബോധ്യമാക്കുക എന്ന് പറയുന്നത് ഈ സിനിമ കൺവിൻസിങ് ആവുന്നതിൻ്റെ ഒരു വലിയ ഘടകമാണ്. അപ്പം അത് ജയൻ വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഞാൻ പോലും അത്രയും ഒരുപാട് പ്രാവശ്യം അങ്ങോട്ടൊക്കെ പോയിട്ടുള്ള ഞാൻ പോലും ആദ്യമായിട്ട് കണ്ടിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. മുൻപ് മറയൂരിൽ താമസിച്ചിട്ടുണ്ടോ? മറയൂരിലല്ല, കാന്തല്ലൂർ ഒരു ചെറിയ വീടുണ്ടായിരുന്നു. അച്ഛനൊരു ചെറിയ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം അവിടെ പോവുകയും അവിടെ താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ അങ്ങനെ കുട്ടിക്കാലത്ത് നിന്ന് ഒരുപാട് ഓർമ്മകളുണ്ട് ആ സ്ഥലങ്ങളെക്കുറിച്ച്. കാന്തല്ലൂർ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ കുറേ ഭാഗങ്ങൾ കാന്തല്ലൂർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും എന്നിട്ടും ഞാൻ പോലും കണ്ടിട്ടില്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ ജയൻ കണ്ടുപിടിച്ച് അവിടെ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ വേൾഡ് ഭയങ്കര രസമാണ്. അത് എനിക്ക് തോന്നി അനാർക്കലി കണ്ടിട്ട് കുറേ ആൾക്കാർ എന്ന് ലക്ഷദ്വീപ് കാണണമല്ലോ എന്ന് വിചാരിച്ചതുപോലെ മറയൂര് കണ്ടിട്ടില്ലാത്തവരും ഒരുപക്ഷെ കണ്ടിട്ടുള്ളവരും ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഒന്ന് പോകണമല്ലോ എന്ന് തോന്നിയേക്കാമെന്ന് ഞാൻ കരുതുന്നു. ഇന്ദുഗോപനൊക്കെ മറയൂരിൽ എത്തുന്ന ഒരു കാലമുണ്ട്. കുറച്ചു കാലം മുന്നെയാണ് ആ കാലം. അത് ഇന്നത്തെ അത്രത്തോളം വലിയ പ്രതിസന്ധി അന്ന് ഈ കാടുകളിലേക്ക് കയറുന്നതിന് ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു കാലഘട്ടം കൂടിയാണോ പുനരാവിഷ്കരിക്കുന്നത്? ഞാൻ സത്യത്തിൽ 2006 വരെ ആണ് അതിഭയങ്കരമായ ചന്ദനക്കൊള്ള അവിടെ നടക്കുന്നത്. അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു വലിയ നോവൽ എഴുതാൻ വേണ്ടിയാണ് ഞാൻ സത്യത്തിൽ ഈ മറയൂർ ഭാഗത്തേക്ക് പോകുന്നത്. അപ്പം വിലായത് ബുദ്ധ എഴുതാനായിട്ടല്ല. അപ്പോൾ അങ്ങനെ അവിടെ പോയി ഒരുപാട് ആൾക്കാരുമായിട്ട് സംസാരിക്കാതെ ഞാൻ കുറേ എഴുതി, 400 പേജ് ഇത് എഴുതിയായിരുന്നത്. അതെന്ന് വെച്ചാൽ ഇടുക്കിയിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന ക്രൈം, ഓരോ തരം ക്രൈം, ചെറുപ്പക്കാർ അപ്ലൈ ചെയ്യുന്ന ക്രൈമിൻ്റെ ഒരു ഭയങ്കര ഡേറ്റയായിരുന്നു ആ നോവൽ. അത് എഴുതി പൂർത്തിയാക്കില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ വെച്ചിട്ടാണ് രാജേഷ് ഇതിൻ്റെ ത്രെഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്കിതിൻ്റെ നോഹവ് നേരത്തെ ഉണ്ട്. പിന്നെ ഇതിനു വേണ്ടിയുള്ളൊരു യാത്രയും കൂടെ നടത്തിയിട്ടാണ് ഈ ഇതിലേക്ക് വരുന്നത്, ഈ നോവലിലേക്ക്. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം എഴുത്തും സിനിമയും രണ്ടും രണ്ടാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ MT പോലെ പത്മരാജനെ പോലെയൊക്കെയുള്ള അപൂർവം ആളുകളെ മാറ്റി നിർത്തിയാൽ അത് രണ്ടും കൂടെ സമന്വയിപ്പിച്ച് കൊണ്ടുപോകുന്ന ആളുകൾ വളരെ കുറവാണ് ഇപ്പോഴും. നമ്മളൊക്കെ പൊതുവേ പറയാറുണ്ട്, പുതിയ ജനറേഷനിലെ ആളുകളായാലൊക്കെ പറയാറുണ്ട്, വായിച്ചൊരു പുസ്തകം അത് സിനിമയായിട്ട് കാണുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ടെന്ന് പറയാറുണ്ട്. കാരണം അവരുദ്ദേശിക്കുന്ന കാസ്റ്റിംഗ് ആയിരിക്കില്ല, ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളായിരിക്കില്ല, അതിലെല്ലാം വ്യത്യാസം ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെ ഒരു വ്യത്യാസത്തെക്കുറിച്ച് ആളുകൾ പറയാറുണ്ടോ? ഇന്ദുഗോപൻ എന്ന എഴുത്തുകാരൻ അത് ഫീൽ ചെയ്യാറുണ്ടോ? അങ്ങനെ ആ ഒരു വ്യത്യാസം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം വെച്ചാൽ ഒന്ന്, പുസ്തകം അവിടെ തന്നെ നിൽപ്പുണ്ട്. അതിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു വലിയ ടെക്നീഷ്യൻ്റെ കാഴ്ചയാണ് ഈ വിലായത് ബുദ്ധ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ അതിനെ നമുക്ക് സിനിമയായിട്ട് കാണുന്നുള്ളവർക്ക് വന്നിരുന്നിട്ട് നമുക്ക് കണ്ടു തീർക്കാവുന്നൊരു വലിയ കലാസൃഷ്ടി ആണത്. മറ്റതെന്ന് പറയുന്നത് ഒരു എഴുത്തുകാരൻ അയാളുടെ ഏകാന്തതയിലെടുത്ത ഒരു വിലായത് ബുദ്ധയാണ്. അത് രണ്ടും രണ്ടാണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലും രണ്ട് തരത്തിലാണ്. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള യുക്തി ഒരു റീഡർക്കും ആ റീഡർ പിന്നീട് ഒരു കാഴ്ചക്കാരനായി മാറുമ്പോഴും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ആശങ്കകളില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. ആളുകൾക്കനുസരിച്ച് കഥാപാത്രങ്ങളെ മാറ്റുക, ആളുകൾക്കനുസരിച്ച് അഭിനയിക്കുക, ആളുകൾക്കനുസരിച്ച് സംവിധാനം ചെയ്യുക എന്നൊക്കെയുള്ളൊരു ട്രെൻഡായിട്ട് വരുന്നു എന്ന് പറയുന്നുണ്ട് പൊതുവേ. എനിക്കറിയില്ല, ഞാൻ സിനിമാക്കാരിയല്ല, എങ്കിൽ പോലും അങ്ങനെ പറയാറുണ്ട് എന്നാണ് കേൾക്കുന്നത്. അതായത് എന്താണോ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് അത് കൊടുക്കുക എന്നുള്ളത്. അപ്പം ഇന്ദുഗോപൻ ചേട്ടനോട് ചോദിക്കുകയാണെങ്കിൽ, ഇന്ദുഗോപൻ ചേട്ടൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ആളുകൾക്കനുസരിച്ച് എഴുതാൻ എനിക്ക് പറ്റില്ല, ഞാൻ എൻ്റെ എഴുത്താണ് എഴുതാറെന്ന്. പൃഥ്വിരാജ് എന്ന് പറയുന്ന സിനിമാക്കാരന് അങ്ങനെ പ്രേക്ഷകർക്കൊപ്പം നിൽക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ ആഗ്രഹവുമാണ്. പക്ഷേ അതിനനുസരിച്ച് മാറ്റം വരുത്താൻ ശ്രമിക്കാറുണ്ടോ? ആളുകൾക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി അറിയുന്ന ഒരു നടനോ സംവിധായകനോ നിർമ്മാതാവോ ഉണ്ടായിരുന്നുവെങ്കിൽ അയാളായിരിക്കും ഒരു സിനിമ പോലും പരാജയപ്പെടാത്ത ഒരു നടൻ അല്ലെങ്കിൽ സംവിധായകൻ അല്ലെങ്കിൽ നിർമ്മാതാവ്. അങ്ങനെ ഒരു ആരും ഇല്ലല്ലോ നമ്മുടെ ഇൻഡസ്ട്രിയിൽ. അതുകൊണ്ട് ആളുകൾക്ക് എന്തറിയാം എന്ന് നമ്മൾ ധരിച്ചാൽ ആ ധാരണ തെറ്റാണ്. അല്ല, ആളുകൾക്ക് എന്ത് വേണം എന്ന് നമ്മൾ ഒരു ധാരണ സൃഷ്ടിച്ചാൽ ആ ധാരണ തെറ്റാവാനാണ് സാധ്യത. എപ്പോഴും ഒരു സിനിമ ഒരു സംവിധായകൻ്റെ കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ ആ സംവിധായകൻ്റെ ഇഷ്ടത്തിന്, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നമുക്ക് ആ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് പ്രാർത്ഥിക്കുക, ഈശ്വര എനിക്കിഷ്ടപ്പെട്ട ഈ സിനിമ പ്രേക്ഷകനും ഇഷ്ടപ്പെടണേ എന്ന് പ്രാർത്ഥിക്കുക, ആഗ്രഹിക്കുക. അല്ലാതെ നമ്മൾ ആദ്യമേ ഇരുന്നിട്ട് പ്രേക്ഷകർക്ക് ഇതായിരിക്കും ഇഷ്ടപ്പെടുക എന്ന് വിചാരിച്ചൊരു സിനിമ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുതന്നെയാണ് ഒരു നടനും ഒരു എഴുത്തുകാരനും ഒക്കെ അതേ ദൗത്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് പേഴ്സണലി നമ്മളെ തന്നെ അപ്ലൈ ചെയ്ത് പേഴ്സണലി നമുക്ക് അപ്പീലിംഗ് ആകുന്ന ഒരു സൃഷ്ടി ഉണ്ടാവുക എന്നുള്ളതാണ്. എന്നിട്ട് പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ടാൽ അതൊരു വിജയസംരംഭമാകും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് വിജയിക്കില്ല. ഇറ്റ് ഇസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അല്ലാതെ ഇപ്പോൾ ഒരു വലിയ ഒരു പോപ്പുലസിന് ഇതാണ് വേണ്ടത് എന്ന് ഒരാൾ അല്ലെങ്കിൽ ഒരു ചെറിയ കൂട്ടം ഇരുന്ന് തീരുമാനിച്ച് അങ്ങനെ ഒരു സിനിമ ഡിസൈൻ ചെയ്യപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൃഥ്വിരാജ് എന്ന് പറയുന്നൊരു നടനെ ഇപ്പം കുറേ നാളായിട്ട്, പക്ഷേ വേരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് നിങ്ങൾ ചെയ്യുന്നത്, ശരിയാണ്.
പലപ്പോഴും ഈ മണ്ണിൻ്റെ മണമുള്ള കഥാപാത്രം എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. കുറച്ച് ഇപ്പോൾ ഗുരുവായൂർ അമ്പലനടയിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ജനറലായിട്ടുള്ള ഒരാളാണ്, ഒരു പബ്ലിക്കിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആളാണ്. പക്ഷേ ഇത് കുറച്ചും കൂടി നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക് മാറുന്നു. ഇപ്പോൾ ആടുജീവിതത്തിൻ്റെ ആദ്യ ഭാഗത്തുള്ള പൃഥ്വിരാജിനേക്കാൾ കുറച്ചുകൂടി മാറി നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് വിലാത് ബുദ്ധയിലേക്ക് വരുമ്പോൾ വരുന്നത്. അപ്പം അത്തരത്തിലുള്ളൊരു മാറ്റം പൃഥ്വിരാജിന് ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഏതുതരം കഥാപാത്രം ചെയ്താലും ദി എക്സസൈസ് ഇസ് ദ സെയിം. അതായത് ഇപ്പോൾ നമ്മളൊരു ഒരു തിരക്കഥ വായിച്ചതിലെ ഒരു കഥാപാത്രത്തെ മനസ്സിലാക്കി ആ തിരക്കഥ സംവിധാനം ചെയ്യുന്ന സംവിധായകനോട് സംസാരിച്ച് അദ്ദേഹം ഈ കഥാപാത്രത്തിനെ എങ്ങനെയാണ് ഇമാജിൻ ചെയ്തിരിക്കുന്നതെന്ന് സംസാരിച്ച് അത് മനസ്സിലാക്കി നമ്മുടെ ഇൻ്റർപ്രിട്ടേഷൻ അതിന് കൊടുക്കുക എന്ന് പറയുന്നത്. അതിനെയും മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന കഥാപാത്രമാണെങ്കിലും ആകാശത്തിനോട് ചേർന്ന് നിൽക്കുന്ന കഥാപാത്രമാണെങ്കിലും ആ പ്രോസസ്സ് എപ്പോഴും സെയിം ആണ്. ഞാൻ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ തേടി പോകാറില്ല. എന്നിലേക്ക് വരുന്ന സിനിമകൾ അല്ലെങ്കിൽ എന്നിലേക്ക് എത്തുന്ന തിരക്കഥകൾ എനിക്കതിൽ ഇഷ്ടപ്പെടുന്നത്, എനിക്കതിൽ അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നത് ഞാൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല, നല്ല സിനിമകൾ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഞാൻ പൂർണ്ണമായി വിജയിച്ചിട്ടുള്ള ഒരാളൊന്നുമല്ല. ഞാൻ വളരെ നന്നാവുമെന്ന് പ്രതീക്ഷ ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകൾ മോശമായി പോയിട്ടുണ്ട്. ഞാൻ ചെയ്ത് പാതി വഴിയായിട്ട് ചെയ്ത് തീർന്നിട്ട് തന്നെ ഇത് നന്നായില്ല എന്ന് കരുതി ഒരുപാട് സിനിമകൾ വലിയ ഹിറ്റുകളായിട്ടുണ്ട് ഇവിടെ. അപ്പം അതിൽ ഞാൻ അങ്ങനെ ഒരു 100% ഫുൾ പ്രൂഫ് ഇതുള്ള ഒരാളൊന്നും അല്ല. ഈ കഥാപാത്രങ്ങളുടെ കാര്യം അതുപോലെ തന്നെയാണ്. യാദൃച്ഛികമായിട്ടാണ് ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾ എന്നിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പം അതിൽ എൻ്റേതായിട്ടുള്ളൊരു ഒരു തിരഞ്ഞെടുപ്പ് അതിലില്ല. മോഹനനെ സംബന്ധിച്ചിടത്തോളം മോഹനൻ എങ്ങനെ ആകണം എന്നുള്ളത് ഇന്ദുവിനും രാജേഷിനും ജയനും വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്നു. ആ ധാരണ എന്താണെന്ന് അവരോട് സംസാരിച്ച് മനസ്സിലാക്കുകയും പുസ്തകം വായിച്ചപ്പോൾ ഞാൻ ഇമാജിൻ ഞാൻ ആക്ച്വലി പുസ്തകം വായിക്കുമ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ ഈ കഥാപാത്രം ചെയ്യുന്നു എന്ന് അറിഞ്ഞിട്ടാണല്ലോ വായിക്കുന്നത്. അപ്പോൾ ഞാൻ പുസ്തകം വായിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇമാജിൻ ചെയ്തതും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ളൊരു ഇൻ്റർപ്രിട്ടേഷനാണ് ഇന്ന് സിനിമയിൽ നിങ്ങൾ കാണുന്ന ഞാൻ ചെയ്തിരിക്കുന്ന മോഹനൻ. അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ അവിടെ ആസ് ആൻ ആക്ടർ വിജയിക്കുന്നു, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പരാജയപ്പെടുന്നു. ഇന്ദുചേട്ടനൊക്കെ അത് പറഞ്ഞു കൊടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ പുസ്തകം വായിച്ച് വരുന്ന പൃഥ്വിരാജിനെ പറഞ്ഞു കൊടുക്കുന്നതും വായനയ്ക്ക് മുമ്പുള്ള കഥാപാത്രത്തിനെ വിവരിച്ച് കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്വാഭാവികമായിട്ടും ആ ഒരു മാറ്റം അത് എങ്ങനെയാണ് ഒരു കഥാപാത്രം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആ കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവാണ്. ഈ ഡബിൾ മോഹൻ എന്ന് പറയുന്ന കഥാപാത്രം ഇന്ദുചേട്ടൻ അറിയുന്ന പോലെ വേറെ ആർക്കും അറിയില്ല. അതിൻ്റെ എത്രത്തോളം, അതായത് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചതിൻ്റെ എത്രത്തോളം പൃഥ്വിരാജിന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? പൃഥ്വിരാജ് ഒന്നും പറയില്ല, സത്യം എനിക്കറിയില്ല. അങ്ങനെയല്ല. ഞാനിപ്പം രണ്ടാമത്തെ സിനിമയാണ് രാജുവിൻ്റെ കൂടെ ചെയ്യുന്നത്. രണ്ടും എൻ്റെ പുസ്തകത്തിന് അവലംബിച്ചുണ്ടായ പുസ്തകങ്ങളാണ്. ഇത് രണ്ടിലും എനിക്ക് പറയാൻ പറ്റുന്ന, എനിക്ക് മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല, എനിക്ക് രണ്ടിതിൽ പറയാൻ പറ്റുന്ന, രാജുവിനെ കുറിച്ച് പറയാൻ പറ്റുന്ന ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ആ സംഗതിക്ക് ലൈഫ് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിലാണ് പുള്ളിക്കാരൻ്റെ ശ്രദ്ധ, എൻ്റെ ഒരു മെൻറ്റർ. അല്ലാതെ അതിക്കൊരു അമാനുഷികൻ കളിക്കാനായിട്ടുള്ള ഒരു ശ്രമം പുള്ളി നടത്തിയിട്ടില്ല. അതെനിക്ക് വളരെ ചാരിതാർത്ഥത്തോടെ പറയാൻ പറ്റുമെന്ന് വെച്ചാൽ കാപ്പ എന്നുള്ള ചലച്ചിത്രത്തിൻ്റെ സിനിമ തീരുന്നതിന് 20 മിനിറ്റ് മുമ്പ് സെൻട്രൽ ക്യാരക്ടർ പൊട്ടിത്തെറിച്ച് ഇത് ചെയ്യുക. രാജുവിന് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് പറയാമായിരുന്നു, ഇല്ല അതിൻ്റെ ഒരു ക്യാരക്ടർ എനിക്ക് എൻ്റെ മുഖം കെട്ടി വെച്ചിട്ട് ഞാൻ ജീവിച്ചിരിക്കുന്ന അവസാനത്തെ ഭാഗത്തേക്കുണ്ട്. പക്ഷെ അയാളുടെ ട്രാക്കിംഗ് എന്ന് പറയുന്നത് അയാളുടെ റിമോഴ്സാണ്, അയാളുടെ വൈകാരികതയാണ്, അയാൾ ചെയ്തു കൂട്ടിയതിനുള്ളതാണ്. ഇതിൻ്റെ റിസൾട്ട് അത് അവിടെ വെച്ച് തീരുക എന്നുള്ളത് എനിക്ക് രാജുവിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളത് ഒരു കേരളത്തിൽ നമ്മളെല്ലാവരും ഈ ചോറും തിന്നുന്ന ഒരു റൈറ്റർക്കും ഒരു നടനും അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു സംവിധായകനെ സംബന്ധിച്ച് അതത്രയും ഇതിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ല. അത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഈ ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ ഈ മലയാള സിനിമയുടെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമെന്ന് പറയുന്നത്. ഇവിടെ ഇപ്പം നമ്മളിപ്പം ചുമട് നടക്കുന്നവനും ഓട്ടോ ഓടിക്കുന്നവരും സിനിമാ നടനാണെങ്കിലും സംവിധായകനാണെങ്കിലും എല്ലാവർക്കും ഒരു മീൻ ഐക്യമുണ്ട്. അത് എല്ലാവർക്കും കൃത്യമായിട്ട് കിട്ടും ആ സംഗതി. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ചെയ്യുന്ന സാധനത്തിന് ഈ മനുഷ്യരുടെ അടുത്തൊക്കെയാണ് നമ്മൾ ഈ സിനിമയായിട്ട് ചെല്ലുന്നത് എന്നുള്ള ബോധ്യമുണ്ട്. അത്രയും ക്ലാരിറ്റിയും അത്രയും ഒരു മിനിമം ഒരു സത്യസന്ധത ആ സിനിമയ്ക്ക് ഉണ്ടാവണം. അതുകൊണ്ടാണ് മലയാള സിനിമയ്ക്ക് ഒരു വ്യാപ്തി മറ്റു സ്ഥലങ്ങളിൽ കിട്ടുന്നത്. പക്ഷെ അപ്പോഴും ഞാനൊരു സംശയമായിട്ട് ചോദിക്കുകയാണ്, ഇപ്പം കലാമൂല്യവും അല്ലെങ്കിൽ അതിൻ്റെ അന്തസത്ത കൊണ്ട് മാത്രമല്ല ഒരു സിനിമ അംഗീകരിക്കപ്പെടുന്നതും വിമർശിക്കപ്പെടുന്നതും. ഇവിടെ പലപ്പോഴും ഇപ്പം പൃഥ്വിരാജ് തന്നെ ചെയ്തിരിക്കുന്ന പല സിനിമകളായാൽ പോലും അതിന് അതിൻ്റേതായ രാഷ്ട്രീയമുണ്ട്, അതിൻ്റെ ഭാവിയുണ്ട്,
അതിൻ്റെ ചർച്ചയാക്കേണ്ട ഘടകങ്ങളുണ്ട്. അത് ആ അർത്ഥത്തിൽ തന്നെയാണ്, അതിൻ്റെ കൃത്യമായി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാറ്റേണിൽ തന്നെയാണ് ഇവിടെ ചർച്ചയാവുന്നത് എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു സിനിമ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രേക്ഷകനിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ അത് ആ സിനിമ ചെയ്ത ആൾക്കാരുടെ പരാജയമാണ്. നമ്മളിപ്പോൾ ഒരു സിനിമ ചെയ്തിട്ട് പ്രേക്ഷകനിലേക്ക് അത് തെറ്റായ രീതിയിൽ എത്തപ്പെട്ടിട്ട് പിന്നീട് നമ്മൾ ഇരുന്നിട്ട് ഞാൻ സത്യത്തിൽ ആ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചത് ഇതല്ല, ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ചെയ്തൊരു സിനിമ, അതൊരു നടനായിട്ടാണെങ്കിലും സംവിധായകനായിട്ടാണെങ്കിലും തിരക്കഥാകൃത്തായിട്ടാണെങ്കിലും, നമ്മൾ ചെയ്തൊരു സിനിമ തിയേറ്ററിൽ റിലീസായി കഴിഞ്ഞത് കാണുന്ന പ്രേക്ഷകൻ ആ സിനിമയിൽ നിന്ന് എന്ത് കിട്ടിയോ അതാണ് ആ സിനിമ. നമ്മൾ സൃഷ്ടിക്കുന്ന സിനിമ നമ്മുടെ കയ്യിൽ നിന്നത് എന്ന് റിലീസാകുന്നു, അത് പോയി. പിന്നീട് പ്രേക്ഷകൻ എന്ത് കിട്ടുന്നോ അതാണ് ആ സിനിമ. പ്രേക്ഷകന് കിട്ടുന്ന ആ സിനിമ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലല്ല പ്രേക്ഷകന് കിട്ടിയതെങ്കിൽ നമ്മുടെ പരാജയമാണ്. ഇറ്റ്സ് അവർ ഫെയിലിയർ. അതിനെ അങ്ങനെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ സിനിമ മാത്രമല്ലല്ലോ, അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പം പല സിനിമകളും ഇപ്പോൾ പല അഭിനേതാക്കളുടെ രാഷ്ട്രീയം പോലും വെച്ച് സിനിമയെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം കൂടെ നമ്മുടെ നാട്ടിലില്ലേ? ഞാൻ കരുതുന്നില്ല. ഒരു അഭിനേതാവിന്റെ രാഷ്ട്രീയം കൊണ്ട് മാത്രം, അഭിനേതാവിന്റെ മാത്രമല്ല സിനിമാ പ്രവർത്തകരുടെ, ഒരു സിനിമാ പ്രവർത്തകന്റെ രാഷ്ട്രീയം കൊണ്ട് മാത്രം അയാൾ ഒരു ഗംഭീര സിനിമ ചെയ്താൽ അത് ഇവിടെ തഴയപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. ഗംഭീര സിനിമ എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ മൊത്തത്തിലുള്ള അതിന്റെ ഒരു ഡെപ്ത് വെച്ചിട്ട് നല്ല സിനിമ. നല്ല സിനിമകൾ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിലുള്ള സിനിമകളേ ഉള്ളൂ, നല്ല സിനിമയും മോശം സിനിമയും. അങ്ങനെയല്ല എങ്കിൽ പോലും ചില സിനിമകളൊക്കെ നമുക്ക് തിയേറ്ററിൽ പോയി കാണുമ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട് ഈ സിനിമ പുറത്ത് നമ്മൾ കേട്ടതിൻ്റെ അത്രയും മോശമല്ലല്ലോ, ഈ സിനിമ കൊള്ളാവുന്നതാണല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ അപ്പോഴും അതിനപ്പുറത്ത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമല്ല ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും അഭിപ്രായത്തിന്റെ വ്യത്യാസമാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട എത്രയോ സിനിമകൾ ഇവിടെ വർക്ക് ആകാതെ പോയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെടാത്ത എത്രയോ സിനിമകൾ വലിയ ഹിറ്റുകളായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ അഭിപ്രായമല്ല ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം എന്നുള്ളതുകൊണ്ടാണ്. അൾട്ടിമേറ്റ്ലി ഐ പേഴ്സണലി ഡോണ്ട് തിങ്ക് ഒരു സിനിമാ പ്രവർത്തകന്റെ അല്ലെങ്കിൽ ഒരു നടന്റെ അല്ലെങ്കിൽ ഒരു സംവിധായകന്റെ അല്ലെങ്കിൽ ഒരു തിരക്കഥാകൃത്തിന്റെ രാഷ്ട്രീയം കൊണ്ട് മാത്രം അവർ ചെയ്യുന്നൊരു വളരെ നല്ല സിനിമ തഴയപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. മേ ബി ഐ എം റോങ്, ബട്ട് ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. ഈ അവാർഡുകൾ എന്ന് പറയുന്നത് ഒരു ജൂറിയുടെ നിർണയമാണ്. ഇപ്പോൾ ഒരു വർഷം ആ അവാർഡുകൾ നിർണ്ണയിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു 5, 6 അല്ലെങ്കിൽ 7, 8 ആൾക്കാർ അടങ്ങുന്ന ഒരു ജൂറിയുടെ നിർണയമാണ്. ആ ജൂറിയുടെ തീരുമാനങ്ങൾ എന്തൊക്കെയാണ് ആ തീരുമാനങ്ങളെ സ്വാധീനിച്ചതെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ആ ജൂറിയുടെ തീരുമാനമാണ്. അപ്പോൾ നമുക്ക് ആ ജൂറിയുടെ തീരുമാനവുമായിട്ട് വിയോജിക്കാം. പക്ഷെ നിങ്ങളങ്ങനെ തീരുമാനിക്കാൻ പാടില്ല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. അവരുടെ അഭിരുചിക്കനുസരിച്ച്, അവരുടെ എസ്തെറ്റിക്സിനനുസരിച്ച് ആ വർഷം ആ ജൂറി അംഗങ്ങൾ കണ്ട സിനിമകളിൽ നിന്നും അവർക്ക് ഏറ്റവും മികച്ചത് എന്ന് തോന്നിയ സിനിമയ്ക്കും അവർക്ക് ഏറ്റവും മികച്ചത് എന്ന് തോന്നിയ പ്രകടനത്തിനുമാണ് അവർ അവാർഡുകൾ കൊടുക്കുന്നത്. ആൻഡ് ഐ ഹാവ് നോ പ്രോബ്ലം വിത്ത് ദാറ്റ്. എൻ്റെ സിനിമ അവർക്ക് നല്ലതായിട്ട് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ നോ, ഐ അണ്ടർസ്റ്റാൻഡ്. അവർക്ക് എൻ്റെ സിനിമ ഇഷ്ടപ്പെട്ടില്ല, എൻ്റെ അഭിനയം ഒരു അംഗീകാരത്തിന് അർഹമല്ല എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ റെസ്പെക്ട് ദാറ്റ്. അവർക്ക് എൻ്റെ പെർഫോമൻസിന് ഈ അവാർഡ് കൊടുക്കണമെന്ന് അവർക്ക് തോന്നിയിട്ടില്ല. അതിലെനിക്കൊരു വിയോജിപ്പുമില്ല. അത് ആ ജൂറിയുടെ അവകാശമാണ്. വിലായത്തുപുതയുടെ പാട്ട് അത് ഇറങ്ങിയ സമയത്ത് അത് ആദ്യത്തെ ദിവസം തന്നെ വലിയ ട്രെൻഡിങ്ങിലേക്ക് കയറിയൊരു പാട്ടാണ്. വലിയ രീതിയിൽ അത് ശ്രദ്ധിക്കപ്പെട്ടു. അതിനുശേഷം നിങ്ങൾ വീണ്ടും അതിൻ്റെ ഒരു പ്രൊമോ സാധനങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു ലാസ്റ്റ് പോർഷൻ ഒരു സസ്പെൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. സസ്പെൻസ് അത് കഴിഞ്ഞിട്ട്, പാട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ സിനിമ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ചെറിയൊരു ഷൂട്ടൊക്കെ നടന്നിട്ട് ഒരു പ്രൊമോഷണൽ സോങ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് സിനിമയ്ക്കുള്ളിലുള്ള ഒരു പാട്ടല്ല. അത് ഈ ഡബിൾ മോഹൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനെയും ചൈതന്യത്തിനെയും ഒക്കെ ഇവരുടെ ഈ ഒരു ലോകത്തിനെ ഒരു ഓവർ ദ ടോപ്പ് ആയിട്ട് സെലിബ്രേറ്ററി ആയിട്ട് കാണിക്കുന്ന ഒരു പ്രൊമോഷണൽ സോങ് മാത്രമാണത്. ആ സോങ്ങിൽ നിങ്ങൾ കാണുന്നതല്ല കഥാപാത്രങ്ങൾ. ആ കഥാപാത്രങ്ങളുടെ ഒരു എൻഹാൻസ്ഡ് വേർഷൻ എന്ന് പറയാം. അത് സ്വാഭാവികമായിട്ടും നമ്മളൊരു അത്തരം ഒരു ആക്ച്വലി ജെയ്ക്സിനായിരുന്നു ഏറ്റവും ആഗ്രഹം. ജെയ്ക്സ് ആണ് രാജു അങ്ങനത്തെ ഒരു ട്രാക്ക് ഈ സിനിമയ്ക്ക് വേണം, എനിക്ക് അങ്ങനത്തെ ഒരു പാട്ട് ചെയ്യണം. ഞാൻ ചെയ്തോന്ന് പറഞ്ഞു, അല്ല ചെയ്താൽ അത് ഷൂട്ട് ചെയ്യുമോ? ഞാൻ പറഞ്ഞു ചെയ്താൽ ഉറപ്പായിട്ട് ഷൂട്ട് ചെയ്യുന്ന വാക്ക് കൊടുത്ത് ജെയ്ക്സ് ആണ് ആ ഐഡിയ ആക്ച്വലി നമ്മുടെ മനസ്സിലിടുന്നത്. പക്ഷെ ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഒരു ട്രാക്കായിട്ട് വന്നു. അത് നമ്മൾ ആക്ച്വലി സിനിമയുടെ ടീം അല്ല അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതൊരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടീം. നമ്മുടെ ഒരു വളരെ പോപ്പുലറായ എൻജോയ് എൻജാമി എന്നൊക്കെ പറഞ്ഞൊരു പാട്ട്, അപ്പൊ ആ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്ന സെയിം ടീമാണ് അത് വന്ന് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ഒരു സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്ന എന്നാൽ സിനിമയ്ക്ക് ഒരു പ്രൊമോഷണൽ അസറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സോങ് ഉണ്ട്. വന്ന സമയത്തൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് വീണ്ടും പൃഥ്വിരാജ് അതിനു വേണ്ടിയിട്ട് വന്നു, അപ്പൊ അത്രയ്ക്ക് ഗംഭീരമാണോ അത് എന്നുള്ള രീതിയിലൊക്കെ എങ്ങനെ ചോദിക്കുന്നത്. എന്റെ സിനിമയല്ലേ, അപ്പൊ എന്റെ ഉത്തരവാദിത്തം. ഞാൻ ഇപ്പൊ ഈ സിനിമയുടെ റിലീസ് വരെ അല്ലെങ്കിൽ റിലീസ് കഴിഞ്ഞിട്ടും ഈ സിനിമയ്ക്ക് വേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യുക എന്നുള്ളത് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം എന്നെ കൂടി വിശ്വസിച്ചിട്ടാണല്ലോ ഒരു നിർമ്മാതാവ് ഈ സിനിമ നിർമ്മിക്കുന്നതും ഒരു സംവിധായകൻ ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി.
അത് ഞാൻ പൂർണ്ണമായിട്ടും നിറവേറ്റും. ആൻഡ് വൺസ് ദാറ്റ് ഇസ് ഡൺ ദെൻ ഐ വാക്ക് അവേ ഫ്രം ദ ഫിലിം. കാരണം അതിൻ്റെ ആ വീഡിയോ നിങ്ങൾ ആ ഷൂട്ട് ചെയ്ത സമയത്ത് നിങ്ങൾ അതിൻ്റെ പാക്കപ്പ് പറഞ്ഞപ്പോൾ നിങ്ങൾ സ്റ്റിൽസ് FB-യിലൊക്കെ ഇട്ട് അതാണ് വലിയ തോതിൽ ആ പാട്ട് ഞങ്ങൾ റിലീസ് ചെയ്യും. അത് കുറച്ച് ദിവസങ്ങളുടെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞാൽ ആ പാട്ട് റിലീസ് ചെയ്യും. കാട്ടുരസ പാട്ടും അതെ ഇറങ്ങിയ ആ സമയത്ത് ജെക്സ് ബിജോയ് മാജിക് എന്നൊക്കെ പറഞ്ഞ വലിയ തോതിൽ ഭയങ്കര രസമുള്ള എനിക്ക് നമ്മൾ മലയാളത്തിൽ സ്ഥിരം കേൾക്കുന്ന ഡ്യുവറ്റ് പാട്ടുകളിൽ നിന്ന് ഭയങ്കര വേറിട്ട് നിൽക്കുന്ന ഒരു സോങ് ആയിട്ട് തോന്നി. കാരണം അത് ഈ മറയൂരുള്ളൊരു ഒരു തമിഴ് മലയാളം മിക്സ്ഡ് കൾച്ചർ ആ സോങ്ങിന്. പിന്നെ ഇതിനകത്തൊരു ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു ലവ് സ്റ്റോറി ഉണ്ട് ഈ സിനിമയിൽ. ഇന്ദു പറഞ്ഞ പോലെ ഇയാളൊരു ഭയങ്കര കാമുകനാണ്. ഇയാളുടെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു അഡ്വഞ്ചർ ഇയാൾ ചെയ്യുന്നത് ഇയാളുടെ കാമുകിക്ക് കൂടി വേണ്ടിയിട്ടാണ്. അതെന്താണെന്ന് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇയാളെ ശരിക്ക് ഇൻ എ ലോട്ട് ഓഫ് വേസ് ഭയങ്കര ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് മോഹനൻ്റെയും അയാളുടെ ഭാര്യയുടെയും. ഭയങ്കര രസമാണ് അത്. ഇവരുടെ ഈ രണ്ടുപേരുടെയും ക്യാരക്ടർ ആർക്കുകളും നമ്മൾ കണ്ട് പരിചയിച്ച അല്ലെങ്കിൽ കേട്ടു പഴകിയ മൊറാലിറ്റിയുടെയും ഫെയ്ത്തിൻ്റെയും ട്രസ്റ്റിൻ്റെയും ഒക്കെ കോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഒരു ഭയങ്കര രസമുള്ള ക്യാരക്ടർ ഇൻട്രാക്ഷനാണ്. സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഇത് ഇത്രയും ഇതിലൊരു സസ്പെൻസ് പറയുമ്പോഴാണ് ഈ പുസ്തകം ആദ്യം വായിക്കേണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ വരുന്നത്. കാരണം എനിക്ക് തോന്നുന്നു പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു രീതിയിൽ അത് കാണേണ്ടി വരും. അല്ലല്ല, വേറൊരു രീതിയിൽ അത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു എനിക്ക്. ഇൻ ദ സെൻസ് ഇപ്പൊ ഞാൻ പുസ്തകം വായിച്ച ആളാണല്ലോ, എന്നിട്ട് എനിക്ക് ഇതിന്റെ ഫസ്റ്റ് കട്ട് കണ്ട വായിച്ചിൽ എൻജോയ്ഡ് എനിക്ക് പോലും തോന്നുന്നു. ആണല്ലേ? അപ്പൊ പിന്നെ എനിക്കും പ്രതീക്ഷിക്കാനുണ്ട്, അല്ലെ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാൻ ഒരുപാടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം പുസ്തകം വായിച്ചു പോയില്ല എന്നുള്ളൊരു സങ്കടത്തിലിരിക്കുന്ന സങ്കടപ്പെടണ്ട. അപ്പൊ എന്തായാലും വലിയ തിരക്കുകൾക്കിടയിലാണെന്ന് അറിയാം ഈ സമയത്തൊക്കെ വന്നത്. എന്തായാലും വിലായത്ത് ബുദ്ധ പൃഥ്വിരാജ് പറഞ്ഞതുപോലെ നല്ല സിനിമയും ചീത്ത സിനിമയും മാത്രമാണ് സിനിമയിലുള്ളതെന്ന് പറയുന്നത്. അതിലൊരു നല്ല സിനിമയായി വിലായത്ത് ബുദ്ധ മാറട്ടെ, പ്രേക്ഷകർ അത് ഏറ്റെടുക്കട്ടെ, അതിന്റെ അംഗീകാരങ്ങളും തേടിയെത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. വളരെയധികം നന്ദി. താങ്ക് യു.